ലോകാരോഗ്യ സംഘടനയുടെ 2024-25 പുതുക്കിയ കണക്കുകൾ പ്രകാരം 7 കൗമാരക്കാരിൽ ഒരാൾക്ക് മാനസിക ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആങ്സൈറ്റിയും ഡിപ്രഷനുമാണ്. ഇതിൽ തന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി, ടെസ്റ്റ് ആൻസൈറ്റി എന്നീ വിഷയങ്ങളെപ്പറ്റി മുൻ വീഡിയോകളിൽ പരാമർശിച്ചിരുന്നു. മറ്റൊന്നാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി. വ്യക്തമായ ഒരു കാരണവുമില്ലാതെ എല്ലാ കാര്യത്തിലും അമിതമായി ആശങ്കപ്പെടുന്ന അവസ്ഥയാണിത്. കുട്ടിയുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിത്വത്തെയും ഇത് ബാധിക്കുന്നു. പല ലക്ഷണങ്ങളിലൂടെ ഇത് പ്രകടിപ്പിക്കാം. അതിൽ പ്രധാനമാണ് ഓവർ തിങ്കിങ്. ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചാലോ, എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ എന്നൊക്കെയുള്ള ചിന്തയാണിത്. ഏറ്റവും മോശമായ കാര്യം സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുപോലെ ഓരോ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നു. അതായത് റീ അഷ്വറൻസ് സീക്കിംഗ്. ഉദാഹരണത്തിന്, അമ്മ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അമ്മ എപ്പോ വരും, എങ്ങനെയാ തിരിച്ചു വരുന്നത്, ഇതൊക്കെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കും. മനസ്സിന്റെ സമ്മർദ്ദം പലപ്പോഴും ഇവർ ശാരീരിക ലക്ഷണങ്ങളിലൂടെ, അതായത് സൊമാറ്റിക് മാനിഫെസ്റ്റേഷനിലൂടെ ആയിരിക്കാം കാണിക്കുന്നത്. വിട്ടുമാറാത്ത വയറുവേദന, തലവേദന, അമിതമായ തളർച്ച, മസിൽ പെയിൻ ഇവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. വിശേഷിച്ചും സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെ വയറിന് ബുദ്ധിമുട്ടുകൾ ഉള്ളതായി പറയുക, പോകാൻ താല്പര്യമില്ലാതെ പെരുമാറുക, ഇത്തരം പ്രവണതകളും ഇവരിൽ കാണാം. ഉറങ്ങാൻ കിടക്കുമ്പോഴും അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകുന്നത് കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നതായോ കാണാൻ കഴിയും. അതുപോലെ ഇത്തരം കുട്ടികളിൽ ലിറ്റിൽ അഡൽട്ട് സിൻഡ്രം കാണിക്കാറുണ്ട്. അതായത് പ്രായത്തിൽ കവിഞ്ഞ പക്വത, ഒതുങ്ങിയ പ്രകൃതം, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മിസ്റ്റേക്സ് ഒന്നും വരുത്താത്ത ഒരു രീതി. അതിന് കാരണം ചെറിയ മിസ്റ്റേക്സ് പോലും അവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് അവർ കാണുന്നത്. കുട്ടികളുടെ അളവിൽ കവിഞ്ഞ അനുസരണാശീലം നമ്മൾ വീടുകളിൽ നന്നായി പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. കുട്ടികളിലെ ഓവർ പെർഫെക്ഷനിസം കാണുമ്പോൾ അവരെ വല്ലാണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കാതെ, സ്കൂളിൽ പോകാൻ നേരം അതിയായി ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടിയെ മടിയൻ എന്നും പറഞ്ഞ് 2 അടിയും കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിടാതെ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം യഥാസമയത്ത് മാനസികാരോഗ്യ സഹായം ലഭിച്ചില്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കാൻ കെൽപ്പുള്ള ഒന്നാണ് ആങ്സൈറ്റി എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട്. താങ്ക്